ചെറിയ അളവിൽ പോലും വലിയ രുചി നൽകുന്ന നമ്മുടെ പ്രാൻസ് കായം ഉപയോഗിച്ച് രുചികരവും ആരോഗ്യകരവുമായ കായം നെല്ലിക്ക അച്ചാർ തയ്യാറാക്കിയാലോ? അതിന് വേണ്ട ചേരുവകൾ: നല്ലെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. എന്നിട്ട് കടുക് പൊട്ടിക്കാം, ഉലുവ ഇടാം, അപ്പം തന്നെ ചതച്ച് വെച്ച മുളക്, കൂടെ കറിവേപ്പില. ഉടനെ തന്നെ നമ്മൾ നെല്ലിക്ക ഇടണം. നെല്ലിക്ക കുക്കറിൽ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കായമാണ് ഇതിന് പ്രധാനം. അംശം മുഴുവൻ വറ്റണം. നമ്മുടെ താരം പ്രാൻസ് പെരിങ്കായപ്പൊടി ഇത് ചേർക്കാം. ഇത് കുറച്ചേറെ നമുക്ക് ചേർക്കണം. നല്ലൊരു മണമാണ് നമ്മുടെ പ്രാൻസ് പെരിങ്കായപ്പൊടിക്ക്. കായം പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് അതിൽ കിടന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂക്കണം. ഇപ്പോൾ തന്നെ ആ പെരുങ്കായത്തിന്റെ മണം ഇവിടെ എല്ലാം അടുക്കളയിൽ മുഴുവൻ ആ മണം തന്നെയാണ്. ഇതിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഇതിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം, പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ട് എല്ലാം കൂട്ടി മിക്സ് ആയതാണ്. ഇത് നമ്മൾ ആവശ്യത്തിൽ ചേർക്കാം. ഇനി ഉപ്പിട്ടിട്ട് നമ്മൾ വേവിച്ചതാണ്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് വേണം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരമ്പരാഗത കായം നെല്ലിക്ക അച്ചാർ റെഡിയാണ്. അതും നമ്മുടെ പ്രാൻസ് കായപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്. ഒരുപാട് കാലം കേടാവാതിരിക്കും ചെയ്യും. നമ്മളിതിന് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ലല്ലോ. കായം കൂടുതലുള്ള ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ഷോപ്പിലും ഇതും വാങ്ങാൻ കിട്ടും. എല്ലാവരും ഒന്ന് വാങ്ങി നോക്കണേ.